ഹലോ ഓൾ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ജസ്റ്റ് സോയിലിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. സോയിൽ ഫോം ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു അല്ലേ. ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സോയിലിനെ നമ്മൾ എന്ത് വിളിച്ചു? പെഡോജെനസിസ് എന്ന് വിളിച്ചു. ആൻഡ് നമ്മുടെ റോക്കിൽ നിന്നാണ് സോയിൽ ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ ജിയോളജിക്കൽ സൈക്കിൾ ഓഫ് സോയിൽ ഫോർമേഷൻ നമ്മൾ പറഞ്ഞു. പിന്നെ എന്തോ പറഞ്ഞാൽ പിന്നെ കുറച്ച് സോയിൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. പിന്നെ എങ്ങനെയാണ് സോയിൽ ഫോം ചെയ്യുന്നത്? ഫിസിക്കൽ ഡിസിൻറ്റഗ്രേഷൻ ഉണ്ട്, കെമിക്കൽ ഡീകമ്പോസിഷൻ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടുമായിരുന്നു നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സോയിൽസ് നമ്മൾ പറഞ്ഞു. റോക്ക് എന്ത് ചെയ്യും? റോക്ക് ഫോം ചെയ്തിട്ട് അതിന് ഡിസിൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ വെതറിങ് സംഭവിച്ച് സോയിൽ ഫോം ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ പ്ലേസ് ഓഫ് ഇറ്റ്സ് ഒറിജിനിൽ സ്റ്റേ ചെയ്യുവാണെങ്കിൽ അത് റെസിഡുവൽ സോയിലും, അത് മൂവ് ചെയ്യുവാണെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുവാണെങ്കിൽ അതിന് ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് വിളിക്കും. ഈ ട്രാൻസ്പോർട്ടഡ് സോയിലിൻ്റെ മറ്റൊരു പേരാണ് നമ്മൾ പഠിച്ചത്. എന്താണ്? സെഡിമെൻ്ററി സോയിൽ. എന്തോ വിളിക്കുക? ട്രാൻസ്പോർട്ടഡ് സോയിൽ അല്ലെങ്കിൽ സെഡിമെൻ്ററി സോയിൽ എന്ന് വിളിച്ചു. ഇനി എന്തൊക്കെയാണ് ഏജൻസ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് നമ്മൾ പറഞ്ഞു തരുന്നത്? വാട്ടർ, വിൻഡ്, എന്താണ് ഗ്ലേഷ്യർ, ഇതൊക്കെ, പിന്നെ ഗ്രാവിറ്റേഷൻ ഓഫ് ഫോഴ്സ്, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? സോയിലിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഏജൻസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സോയിൽസിനെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ സോയിൽസ് ആർ ക്ലാസിഫൈഡ് ആസ്, സോയിൽസിനെ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അലൂവിയൽ സോയിൽ. എന്താണ്? അലൂവിയൽ സോയിൽ എന്ന് പറയും. അപ്പോൾ അലൂവിയൽ സോയിൽ എന്ന് പറഞ്ഞാൽ അലൂവിയൽ സോയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കാരണം ഈ പറയുന്ന പോയിൻറ്റ്സ് എല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ അലൂവിയൽ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡെപ്പോസിറ്റഡ് ബൈ, ഇത് ആരാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ ഡെപ്പോസിറ്റഡ് ബൈ റിവർ വാട്ടർ. ഓക്കെ, റിവർ വാട്ടർ ഡെപ്പോസിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് അലൂവിയൽ ഡെപ്പോസിറ്റ്. റിവർ വാട്ടർ ഡെപ്പോസിറ്റ് വിളിക്കുന്ന പേരാണ് അലൂവിയൽ ഡെപ്പോസിറ്റ്. പിന്നെ റിവർ വാട്ടർ അല്ലെങ്കിൽ റണ്ണിങ് വാട്ടർ എന്നും പറയാം. ഓക്കെ, റണ്ണിങ് വാട്ടർ ഡെപ്പോസിറ്റ് എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? അലൂവിയൽ ഡെപ്പോസിറ്റ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ലാക്യുസ്ട്രിൻ ഡെപ്പോസിറ്റ് ആണ്. അപ്പോൾ ലാക്യുസ്ട്രിൻ ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റഡ് ബൈ സ്റ്റിൽ വാട്ടർ. ഓക്കെ, സ്റ്റിൽ വാട്ടർ ലൈക്ക് ലേക്സ്, അതായത് തടാകം. ഓക്കെ, ലേക്ക് പോലുള്ള സ്റ്റിൽ വാട്ടർ ആണ് എന്ത് ചെയ്യുന്നത്? ലാക്യുസ്ട്രിൻ ഡെപ്പോസിറ്റ്. ഇത് നമുക്ക് ഓർക്കാൻ എളുപ്പമാണ്. എന്താണ്? ലേക്കിൻ്റെ എല്ലും ലാക്യുസ്ട്രിൻ്റെ എല്ലും. അപ്പോൾ നമുക്കത് ഓർക്കാൻ എളുപ്പമാണ് ലാക്യുസ്ട്രിൻ ഡെപ്പോസിറ്റ്. ഓക്കെ, അപ്പോൾ ലാക്യുസ്ട്രിൻ ഡെപ്പോസിറ്റ് നിന്നാണ് ഇറ്റ് ഈസ് എ ട്രാൻസ്പോർട്ടഡ് സോയിൽ. ഇനി മറൈൻ ഡെപ്പോസിറ്റ്, അതിൽ തന്നെ ഉണ്ട് എന്താണ്? ഡെപ്പോസിറ്റഡ് ബൈ സീ വാട്ടർ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനാണ് മറൈൻ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് മറൈൻ ഡെപ്പോസിറ്റിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് മോൾ. ഓക്കെ, മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മറൈൻ ഡെപ്പോസിറ്റിന് എക്സാമ്പിളാണ്. മോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് കാൽക്കാരിയസ് ക്ലേ ഓഫ് ഗ്രീനിഷ് കളർ. ഓക്കെ, നമുക്ക് കുറേ സോയിൽസിൻ്റെ പേര്, അതായത് പീച്ച് സോയിൽ, ബെൻഡോണൈറ്റ്, കാൽഷ്യ, ഇതൊക്കെ എന്താണെന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വരുന്നതും കൂടി പഠിക്കുന്നതേ ഉള്ളൂ. മോളാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ മോൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു മറൈൻ ഡെപ്പോസിറ്റാണ്. അപ്പോൾ മോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കാൽക്കേരിയസ് ക്ലേ ഓഫ് ഗ്രീനിഷ് കളർ. എന്താണ്? കാൽക്കേരിയസ് ക്ലേ ആണ്, അതിൻ്റെ കളർ എന്താണ്? ഗ്രീനിഷ് കളറാണ്. ആൻഡ് ഇറ്റ് ഈസ് സീ വാട്ടർ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ മറൈൻ ഡെപ്പോസിറ്റ് ആണ്. ഓക്കെ, അടുത്ത് വരുന്നത് ഓളിയൻ ഡെപ്പോസിറ്റ്. ഏറ്റവും കൂടുതൽ എക്സാംസിന് ചോദിച്ചു കണ്ടിരിക്കുന്നത് ഇതാണ്. എന്താണ്? ഇത് ആരാണ്? ട്രാൻസ്പോർട്ടഡ് ബൈ വിൻഡ്. ഓക്കെ, ഓളിയൻ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് വിൻഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഡെപ്പോസിറ്റ്സ് ആണ് ഇതെന്ന് പറഞ്ഞാൽ ഓളിയൻ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ വിൻഡ് ഏതൊക്കെ സൈസിലുള്ള ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? 20 to 50 മൈക്രോൺ സൈസിലുള്ള സോയിൽസിനെയാണ് വിൻഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഓളിയൻ ഡെപ്പോസിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹോമോജീനസ്. എന്താണ്? ഹോമോജീനസ് ആണ്. അതുപോലെ തന്നെ ഹൈലി പോറസ് ആണ്. എന്താണ്? ഹൈലി പോറസ് ആൻഡ് ഫ്രയബിൾ. ഓക്കെ, ഹൈലി പോറസും ഫ്രയബിളും ആണ് എന്താണ് ഓളിയൻ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഈ ഓളിയൻ ഡെപ്പോസിറ്റിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്യൂൺ സാൻഡ്. എന്താണ്? ഡ്യൂൺ സാൻഡ്, ലൂയിസ്, ഇതെല്ലാം എന്താണ്? ഓളിയൻ ഡെപ്പോസിറ്റിന് എക്സാമ്പിൾ. അപ്പോൾ ഓളിയൻ ഡെപ്പോസിറ്റ് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡെപ്പോസിറ്റ് മെയ്ഡ് ബൈ വിൻഡ്. ഏത് സൈസിലുള്ള പാർട്ടിക്കിൾസിനാണ് ഇത് ചെയ്യുന്നത്? 20 to 50 മൈക്രോൺ സൈസാണ്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹോമോജീനസ്, ഹൈലി പോറസ് ആണ്, ഫ്രയബിൾ ആണ്. ഇനി ഓളിയൻ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്യൂൺസ് ആൻഡ് ലൂയിസ്, ഇതൊക്കെ എന്താണ്? ഓളിയൻ ഡെപ്പോസിറ്റിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ഗ്ലേഷ്യൽ ഡെപ്പോസിറ്റ്. ഓക്കെ, അപ്പോൾ ഗ്ലേഷ്യൽ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെ ഉണ്ട്. ഗ്ലേഷ്യൽ ഡെപ്പോസിറ്റ് എന്ന് എന്താണ്?
ഇറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് ബൈ ആരാണ്? ഐസ്. ഓക്കെ, ട്രാൻസ്പോർട്ടഡ് ബൈ ഐസ്. ഇനി ഗ്ലേഷ്യൽ ഡെപ്പോസിറ്റിന്, അതായത് ഈ പറയുന്ന ഒരു ജനറൽ ടേം എന്താണ്? ജനറൽ ടേം യൂസ് ഫോർ ഗ്ലേഷ്യൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്രിഫ്റ്റ് എന്ന് പറയും. ഓക്കെ, ജനറൽ ടേം യൂസ്ഡ് ഫോർ ഗ്ലേഷ്യൽ ഡെപ്പോസിറ്റ് ഏതാണ്? ഡ്രിഫ്റ്റ്. അപ്പോൾ ഗ്ലേഷ്യൽ ഡെപ്പോസിറ്റ് ഐസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, അതായത് ട്രാൻസ്പോർട്ടഡ് ബൈ ഐസ്. അതിൽ ജനറൽ ടേം ഏതാണ്? ഡ്രിഫ്റ്റ്. ഇനി നമുക്ക് നോക്കേണ്ടത് ലോയ്സിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ലോയ്സ് നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരു ഓളിയൻ ഡെപ്പോസിറ്റ്, അതായത് ട്രാൻസ്പോർട്ടഡ് ബൈ വിൻഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ ലോയ്സ്. അപ്പോൾ സിൽറ്റ് ഡെപ്പോസിറ്റ് മെയ്ഡ് ബൈ വിൻഡ്. അപ്പോൾ ലോയ്സ് എന്താണ്? ഒരു സിൽറ്റ് ഡെപ്പോസിറ്റ് ആണ്. ആരാണ് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? വിൻഡാണ്. അപ്പോൾ ഇത് നേരെ നമ്മൾ വിൻഡ് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ സൈസ് എത്രയാണെന്നാണ് പറഞ്ഞത്? 20 to 50 മൈക്രോൺ എന്ന് പറഞ്ഞു. സോ ഇവിടെ വരുന്ന ലോയ്സിൻ്റെ പാർട്ടിക്കിൾ സൈസ് വരുന്നത് 0.01 to 0.05 mm ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തെന്താ പറയുന്നത്? കൺസിസ്റ്റ് ഓഫ് കോഡ്സ് ആൻഡ് ഫെൽസ്പാർ പാർട്ടിക്കിൾസ്. ഓക്കെ, ഈ ലോയ്സിൽ എന്തുണ്ട്? കോഡ്സും ഉണ്ട്, ഫെൽസ്പാറും ഉണ്ട്. ഈ പാർട്ടിക്കിൾസിനെല്ലാം സിമെൻറ്റ് ചെയ്യുന്നത് ആരാണ്? കാൽഷ്യം കാർബണേറ്റ് അല്ലെങ്കിൽ അയൺ ഓക്സൈഡ് ആണ് എന്നതിന് സിമെൻറ്റ് ചെയ്ത് നിർത്തുന്നത്. ഇറ്റ് ഈസ് എ കൊളാപ്സിബിൾ സോയിൽ ആൻഡ് ഫോംഡ് ഇൻ എയറിഡ് ആൻഡ് സെമി എയറിഡ് റീജിയൻസ്. ഓക്കെ, ഇതെന്നുള്ള ഒരു കൊളാപ്സിബിൾ സോയിലാണ്. എയറിഡും സെമി എയറിഡ് റീജിയൻസിലാണ് ഇതെന്ത് ഫോം ചെയ്യുന്നത്. അപ്പോൾ ലോയ്സിൻ്റെ പ്രത്യേകത എന്താണ്? അതിൽ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ആരാണ്? വിൻഡ് ട്രാൻസ്പോർട്ടഡ് സോയിലാണ് എന്നാണ് ലോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് വരുന്നത് ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്, അതായത് ടിൽ എന്താണെന്ന്. ഓക്കെ, എന്താണ് ടിൽ? ഓക്കെ, ടില്ലെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡെപ്പോസിറ്റ്സ് ഡയറക്ട്ലി മെയ്ഡ് ബൈ മെൽറ്റിംഗ് ഗ്ലേസിയേഴ്സ്. ആരാണ്? ഡെപ്പോസിറ്റ്സ് ഡയറക്ട്ലി മെയ്ഡ് ബൈ ആരാണ്? മെൽറ്റിംഗ് ഗ്ലേസിയേഴ്സ്. അപ്പോൾ മെൽറ്റിംഗ് ഗ്ലേസിയേഴ്സ് മെൽറ്റ് ആവുന്ന വഴി ഉണ്ടാകുന്ന ഒരു ഡെപ്പോസിറ്റാണ് എന്നാണ് ടിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് ബൗൾഡർ ക്ലേ. എന്ത് വിളിക്കും? ബൗൾഡർ ക്ലേ എന്ന് വിളിക്കും. ഇതിൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് വെൽ ഗ്രേഡഡ്. ഇതെന്താണ്? വെൽ ഗ്രേഡഡ് ആണ്. ഇനി ഓക്കെ, അപ്പോൾ ടില്ലെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് പറഞ്ഞാൽ? ഡെപ്പോസിറ്റ് മെയ്ഡ് ബൈ ആരാണ്? മെൽറ്റിംഗ് ഗ്ലേസിയർ. അതുപോലെ തന്നെ ബൗൾഡർ ക്ലേ ആണ് ഇതിൻ്റെ മറ്റൊരു പേര്. അതിൻ്റെ ഒരു പ്രത്യേകത വെൽ ഗ്രേഡഡ് ആണ്. ഓക്കെ, ഇനി കൊളൂവിയൽ സോയിലുണ്ട്. നമ്മളിതിൽ പറയാത്ത ഒരു ടൈപ്പ് എന്ന് പറയുന്നത് കൊളൂവിയൽ സോയിൽ. ഓക്കെ, കൊളൂവിയൽ സോയിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത, നമ്മൾ നേരത്തെ വിൻഡ് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഓളിയൻ ഡെപ്പോസിറ്റ് പറഞ്ഞു, റിവർ ട്രാൻസ്പോർട്ട് ചെയ്യുവാണെങ്കിൽ അലൂവിയൽ ഡെപ്പോസിറ്റ് പറഞ്ഞു. അപ്പോൾ കൊളൂവിയൽ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഗ്രാവിറ്റേഷൻ. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം എന്ത് ചെയ്യുന്നു? സോയിൽ പാർട്ടിക്കിൾസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ മറ്റേതെങ്കിലും സ്ഥലത്ത് ഡെപ്പോസിറ്റ് ആവുന്നതിനെയാണ് എന്ത് പറയുന്നത്? കൊളൂവിയൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് താലസ് എന്ന് പറയുന്ന സോയിൽ ഇതിനൊരു എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ കൊളൂവിയൽ സോയിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രാവിറ്റേഷണൽ ഡെപ്പോസിറ്റ്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് താലസ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഗ്ലേഷ്യർ ഡെപ്പോസിറ്റഡ് സോയിലിനെ പറ്റിയാണ്. ഓക്കെ, ഗ്ലേഷ്യർ ഡെപ്പോസിറ്റ്, സപ്പോസ് ഇതാണ് നമ്മുടെ ഗ്ലേഷ്യർ ഡെപ്പോസിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ അറ്റ് ദ ടെർമിനസ്, ഇതാണ് ടെർമിനൽ ഭാഗം. ഓക്കെ, ഈ മെൽറ്റിംഗ് ഗ്ലേസിയർ, ഇതിൻ്റെ പുറത്തുനിന്നുണ്ട് ഗ്ലേസിയർ എന്ത് ചെയ്യുന്നു? മെൽറ്റ് ആവുന്നു. ഇങ്ങനെ ഗ്ലേസിയർ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ടെർമിനസ് ഭാഗത്തായിട്ട് ഗ്ലേസിയർ എന്ത് ചെയ്യുന്നു? മെൽറ്റ് ആവുന്ന വഴി ഇവിടെ എന്ത് ചെയ്യും? റിഡ്ജസിൻ്റെ ഫോമിൽ മെറ്റീരിയൽ എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യും ഈ ഒരു ഭാഗത്ത്. ഓക്കെ, ഈ ഭാഗത്ത് എന്ത് ചെയ്തു? കുറേ ഡെപ്പോസിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ടെർമിനൽ മൊറൈൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ടെർമിനൽ മൊറൈൻ. ഈ ഭാഗത്ത് വരുന്ന ഡെപ്പോസിറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? ടെർമിനൽ മൊറൈൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എന്തോ പറഞ്ഞ ഗ്ലേസിയർ ഉണ്ട്. ഓക്കെ, ഇവിടെ എല്ലാം എന്താണ്? ഇങ്ങനെ ഗ്ലേസിയർ കിടക്കണം. അപ്പോൾ ഈ ഗ്ലേഷ്യർ മെൽറ്റിംഗ് ആവുന്നത് പ്രകാരം റിഡ്ജ് ഫോമിൽ ഈ ഒരു ഭാഗത്തായിട്ട് എന്ത് ചെയ്യുന്നു? റിഡ്ജ് ഫോമിൽ, അതായത് ഇങ്ങനെ പൊക്കത്തിൽ എന്ത് വരുന്നു? മെറ്റീരിയൽസ് ഡെപ്പോസിറ്റ് ആവുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ടെർമിനൽ മൊറൈൻ എന്ന് വിളിക്കും. ഓക്കെ, ഇനി നമ്മുടെ ഗ്രൗണ്ട് സർഫസ് എന്ന് പറയുന്നത് ഇതാണെന്ന് വയ്ക്കുക, ഗ്രൗണ്ട് ലെവൽ. ഓക്കെ, ഗ്രൗണ്ട് ലെവൽ ഇതാണ്. അങ്ങനെയാണെങ്കിൽ ദ ലാൻഡ് വിച്ച് വാസ് ഓൺസ് കവേർഡ് ബൈ ഗ്ലേഷ്യർ. അപ്പോൾ ഈ ഒരു ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കൽ ഗ്ലേഷ്യർ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഓൺ വിച്ച് ടിൽ ഹാസ് ബിൻ ഡെപ്പോസിറ്റഡ്. ടിൽ ഡെപ്പോസിറ്റ് ആയി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഒരു ഗ്രാവിറ്റേഷൻ കാരണം എന്ത് ചെയ്യുന്നു? ഗ്ലേഷ്യർ മെൽറ്റ് ആയത് വഴി അവിടെ എന്ത് ചെയ്യുന്നു? ഡെപ്പോസിറ്റ്സ് ഉണ്ടായി അല്ലേ? അപ്പോൾ ഈ ഭാഗത്ത് എന്തുണ്ടായി? ഡെപ്പോസിറ്റ്സ് കുറേ ഉണ്ടായിട്ടുണ്ട്. സോ അത് കാരണം ഉണ്ടാകുന്ന ഡെപ്പോസിറ്റ് നമ്മൾ ഗ്രൗണ്ട് മൊറൈൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഗ്രൗണ്ട് മൊറൈൻ.
ഓക്കെ, അപ്പോൾ ദ ലാൻഡ് വിച്ച് വാസ് വൺസ് കവേർഡ് ബൈ ഗ്ലേഷ്യർ ആൻഡ് ഓൺ വിച്ച് സ്റ്റിൽ ഹാസ് ബിൻ ഡെപ്പോസിറ്റ് ആഫ്റ്റർ മെൽറ്റിംഗ് ഈസ് കോൾഡ് ഗ്രൗണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ടിനെയാണ് എന്ത് വിളിക്കുന്നത്? ഗ്രൗണ്ട് മൊറൈൻ എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യം പറഞ്ഞത് മെറ്റീരിയൽസ് ഇൻ ദ ഫോം ഓഫ് റിഡ്ജ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടെർമിനസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെർമിനൽ മൊറൈൻ. ഇനി ഈ ഭാഗത്തായിട്ട്, അതായത് ഒരിക്കൽ ഗ്ലേഷ്യർ കൊണ്ട് കവറായിരുന്ന ഭാഗം ഇപ്പം എന്ത് ചെയ്യുന്നു? ടില്ല് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് വിളിക്കും? ഗ്രൗണ്ട് മൊറൈൻ എന്ന് വിളിക്കാം. ഇനി വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ഗ്ലേഷ്യർ മെൽറ്റായി വരുന്ന വാട്ടർ കുറേ മെറ്റീരിയൽസിന് എന്ത് ചെയ്യും? ട്രാൻസ്പോർട്ട് ചെയ്യിക്കും അല്ലേ? ഇങ്ങനെ കുറേ ഇവിടെ നിന്നൊക്കെ കുറച്ച് ഇങ്ങനെ മെൽറ്റ് ചെയ്ത് എന്ത് ചെയ്യും? കൊണ്ടുപോവുകയാണ്. അങ്ങനെ അതിനെ വിളിക്കുന്ന പേരാണ് ഔട്ട് വാഷ്. എന്ത് വിളിക്കും? ഔട്ട് വാഷ് എന്ന് വിളിക്കും. ഓക്കെ, ഔട്ട് വാഷ് എന്ന് പറഞ്ഞാൽ എന്തുവാണ് പറഞ്ഞത്? ദ സോയിൽ കെയറിഡ് ബൈ മെൽറ്റിംഗ് വാട്ടർ. ഓക്കെ, ഇവിടുത്തെ മെൽറ്റിംഗ് വാട്ടർ കെയർ ചെയ്യുന്ന ഈ സോയിലിനെയാണ് ഫ്രം ദ ഫ്രണ്ട് ഓഫ് ഗ്ലേഷ്യർ ഈസ് ടേംഡ് ആസ് ഔട്ട് വാഷ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വാട്ടർ മെൽറ്റായിട്ട് അത് കെയർ ചെയ്യുന്ന സോയിലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഔട്ട് വാഷ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഇതിൽ ഓരോ ടേം ഇത് അധികം ഇങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ബട്ട് അതിന് മുന്നേ പറഞ്ഞ ഈ ഭാഗം ആൻഡ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. മാറി മാറി ക്വസ്റ്റ്യൻസ് അതിപ്പോൾ ഏത് എക്സാം ആയാലും ചോദിച്ചിട്ടുള്ളതാണ്.